അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കും, ഒരുപാട് സംവാദങ്ങളിൽ പങ്കെടുക്കും, ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കും. ആ പരിപാടികൾ ഓർമ്മയിലുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ ഞാനിത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകാത്തതെന്ന ഒരു സംശയം ഞാൻ ചോദിക്കുമ്പോൾ ഈ പറയുന്ന നോട്ടീസ്, ആ പരിപാടിയുടെ നോട്ടീസ് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു, എന്നാലാണ് അതൊരു ക്ലാരിറ്റി കിട്ടുക, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്, ആ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. നോട്ടീസ് നിങ്ങൾക്കൊക്കെ കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. വാദവും മുന്നണി രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഒരു സംവാദമായിരുന്നു. ആ സംവാദത്തിലേക്കാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ആ സംവാദത്തിന്റെ ഉദ്ഘാടകനായിട്ടാണ് ക്ഷണിച്ചത്. ഇവിടെ ആർ വി ബാബു പറയുന്ന വാദങ്ങൾ ശരിയാണ് എന്ന് CPM ആവർത്തിച്ച് പറയുന്നതിലൊരു കുഴപ്പമുണ്ട്. കാരണം ആർ വി ബാബു അവിടെ നടത്തിയ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പറയുന്നു. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ആ നോട്ടീസിൽ പറയുന്നത് 2006 ഡിസംബർ 31 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഗവൺമെന്റ് LP സ്കൂൾ മനക്കപ്പടിയിലാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സംവാദമാണ്. സംവാദ പരിപാടികളിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കാറുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കളും പല സംവാദങ്ങളിലും പങ്കെടുക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉദാഹരിച്ച ഒരു കാര്യം, KV തോമസ് നേരത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുമ്പോൾ CPM വിളിച്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മയുള്ള ഏത് ഘട്ടത്തിലാണെന്നുള്ളത്. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്താണ് CPMന്റെ ഒരു പരിപാടിയിൽ സംഘടിപ്പിച്ചതാ? RSS സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. RSS സംഘടിപ്പിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്. RSS പല വിഷയങ്ങളിലും ചർച്ചകൾക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കാറുണ്ട്. ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ മാധ്യമപ്രവർത്തകരെ വിളിക്കാറുണ്ട്. നമ്മൾ പോകണോ വേണ്ടി എന്നുള്ള വേറെ കാര്യം. ആ വിഷയം പറയട്ടെ. ആ വിഷയം എന്താണ്? മൗലികവാദവും മുന്നണി രാഷ്ട്രീയം എന്നുള്ള വിഷയമാണ്. അതിൽ തന്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ സംശയിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ CPMന്റെ പരിപാടിയിൽ കഴിഞ്ഞ ഒരു പരിപാടിയിൽ ശശി തരൂരിനെ ക്ഷണിച്ചു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ പരിപാടികളിൽ പോയി നമ്മുടെ നിലപാട് പറയുക. 2013 അത് തന്നെയാണല്ലോ P പരമേശ്വരന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്തും തൃശ്ശൂരിൽ VD സതീശൻ ചെയ്തത്. അതിന് മുമ്പത്തെ പരിപാടി എടുത്തുകൊണ്ട് അതിൽ ആ വിളക്ക് കൊളുത്തുന്ന ചിത്രം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയർത്തുന്നത്. അപ്പം അങ്ങനെ ഉയർത്തുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി വിശദീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ നുണ എന്ന പ്രയോഗം പറയാവുന്ന ഒരു കാര്യം എന്നുള്ളത്, ആ പരിപാടി നടക്കുന്നത് ഫെബ്രുവരിയിലാണ് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് മുൻപത്തെ മാസം ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് RSS വോട്ട് പിടിക്കാനാണ് എന്ന ആരോപണം ഉയർത്തുമ്പോൾ അതിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കിൽ പറയുന്ന നുണ എന്ന പ്രയോഗം അതിൽ വരികയാണ്. അപ്പോൾ രാഷ്ട്രീയ നുണ അവിടെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്.